മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു സച്ച് എൻ ഇൻഡസ്ട്രി. അവിടെ ഒരു ഇത്രയും 200 കോടിയോളം രൂപ മുടക്കി ഈ പടം എടുത്തപ്പോൾ ഈ പടം ശരിക്കും മലയാളികൾക്ക് വേണ്ടിയിട്ട് എടുത്തതല്ല. മോഹൻലാൽ എന്ന് പറയുന്ന നടനെ മുണ്ടെടുത്ത് കണ്ടില്ലെങ്കിൽ വി ആർ നോട്ട് ഹാപ്പി. കോട്ടിട്ട മോഹൻലാലിൻ്റെ ഒരു പടവും ഇവിടെ അത്ര ഹിറ്റായിട്ടില്ല. കോട്ടിട്ട സാഗർ ഇലിയാസ് ചാക്കി വെരി ബ്യൂട്ടിഫുള്ളി മെയ്ഡ് ഫിലിം ബൈ അമൽ നീരദ്, ബട്ട് ദ മൂവി വാസ് നോട്ട് എ ഹിറ്റ്. അപ്പോൾ ആ ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ ഇതൊരു ഭയങ്കര മാർക്കറ്റിംഗ് ബ്രില്യൻസും കൂടിയാണ് ഈ പടത്തിൻ്റെ സക്സസ്. കാരണം ചൈന മുതൽ ഇറാഖ് വരെയുള്ള സ്ഥലത്തുകൂടെ സഞ്ചരിച്ചുകൊണ്ട് വലിയ ലാർജർ സ്കെയിലിൽ ഒരുപാട് ടെക്നോളജീസ് ഉപയോഗിച്ച് അത് ഒരു മേക്കറിൻ്റെ ഡ്രീമാണ്. നമ്മളെപ്പോഴും സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് 2 കോടീൻ്റെ പടം എടുക്കാനല്ല, നമ്മളെല്ലാവരും ആലോചിക്കുന്നത് ഒരു ക്രിയേറ്റർ അയാൾ ഇമാജിൻ ചെയ്യുന്ന എല്ലാം അയാൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു പടം എടുക്കുന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ള പൈസ കൊണ്ടുവരാനും ഈ ഇൻഡസ്ട്രിയിൽ ഇന്ന് നോക്കുന്ന സമയത്തെ ബിഗ്ഗസ്റ്റ് ഹിറ്റും അതുപോലെ ബിഗ്ഗസ്റ്റ് പണം മുടക്കിയ ഒരു പടവും കൂടിയാണ് എമ്പുരാൻ എന്നുള്ളിടത്ത് ഇൻഡസ്ട്രിക്ക് ഏത് രീതിയിലാണ് അത് ബെനിഫിറ്റ് വരുന്നത് എന്ന് എനിക്കറിയില്ല, പക്ഷേ വരും എന്നുള്ളതാണ് ഞാൻ സ്ട്രോങ്ലി വിശ്വസിക്കുന്നത്. എനിക്കൊന്ന് ഇൻഡസ്ട്രി, ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് വീണ്ടും ആവർത്തിക്കുന്നത്, എമ്പുരാൻ ഉണ്ടാക്കിയ ഒരു വ്യത്യാസം, മലയാള സിനിമയുടെ മേക്കിങ്ങിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് മറ്റു ഭാഷകളെ കൂടി, ഇവിടെ ഇതിനു മുമ്പും ഇംഗ്ലീഷ് സംസാരിച്ചിരുന്ന കഥാപാത്രങ്ങൾ വന്നിരുന്ന സിനിമകളൊക്കെ നമുക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഗ്ലോബൽ ഓഡിയൻസിന് കാണാൻ പാകത്തിന് ഒരു സബ്ജക്റ്റ്, ഗ്ലോബൽ സബ്ജക്റ്റ് അല്ല, ഗ്ലോബൽ ഓഡിയൻസിന് കാണാൻ പാകത്തിന് ഒരു സബ്ജക്റ്റ്, ട്രാൻസ്ലേഷൻ ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു മലയാള സിനിമയ്ക്ക് നിൽക്കാം എന്നൊരു പക്ഷേ കാണിച്ച കുറച്ച് സിനിമകളിൽ ഇപ്പോൾ ഈ ഏറ്റവും അവസാനം വന്നിട്ടുള്ള എമ്പുരാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതൊരു മേക്കേഴ്സ് വിഷൻ, ഇൻഡസ്ട്രിയുടെ പെർസ്പെക്റ്റീവിൽ മേക്കേഴ്സ് വിഷൻ ഹാസ് ടു ബി റെസ്പെക്റ്റഡ്. അറ്റ് ദ സെയിം ടൈം സ്റ്റോറി ലൈൻ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിരുന്നെങ്കിൽ ദ മൂവി വുഡ് ഹാവ് ബീൻ ലൈക്ക് വർത്ത്. എപ്പോഴും നമ്മളിരിക്കുന്ന ഈ ഗ്ലോബൽ ആൻഡ് ലോക്കൽ എന്ന് പറയുന്നൊരു ഒരു പറച്ചിലുണ്ടല്ലോ. ഈ ഗ്ലോക്കൽ എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് ഒരു പക്ഷേ എനിക്കൊന്ന് ഈ നൈജീരിയ, എന്താണ് ആ സിനിമയുടെ പേര്, ഒരു ഫുട്ബോൾ സുഡാനി ഫ്രം നൈജീരിയ, ഇറ്റ് വാസ് എ യൂണിവേഴ്സൽ സബ്ജക്റ്റ്. അത് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ മലയാളത്തിൽ നിന്നുള്ള അത് അന്ന് ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് മലയാളത്തിൽ നിന്നൊരു വേൾഡ് സിനിമ എന്ന് തോന്നുന്നൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷേ അത് വേൾഡ് സിനിമ, അങ്ങനത്തെ സിനിമകൾ മതി. അത് ഒരു ലോക്കൽ സ്പേസിൽ നിന്നുകൊണ്ടാണെങ്കിലും അത് മനുഷ്യൻ്റെ വികാരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാനിവിടെ നേരത്തെ പറഞ്ഞത് മനുഷ്യൻ്റെ വികാരത്തെക്കുറിച്ചല്ല, ഇതൊരു മോബിൻ്റെ വികാരത്തിനെ ഇളക്കി വിടുകയും ആ മോബിൻ്റെ വികാരം ഇവിടെ നന്നായി കച്ചവടം ചെയ്യാൻ പറ്റുകയും ചെയ്യും എന്നുള്ളിടത്താണ് എമ്പുരാൻ്റെ വിജയം, എമ്പുരാൻ്റെ മാർക്കറ്റിംഗ്.